Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. The recipe കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെജിറ്റേറിയനാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് വെജിറ്റേറിയൻ ചെയ്താലും ഇഷ്ടമാണ്, ഒത്തിരി ചെയ്യാൻ. പക്ഷേ നോൺ വെജിനോടാണ് നമുക്ക് ഇച്ചിരി എന്നാ പറയുക ഇഷ്ടം കൂടുതൽ. അതെന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാവേ, ബേസിക്കലി ഫ്രം കോട്ടയംകാരി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കുഞ്ഞുനാൾ മുതലേ ആന്നേലും ഈ പറഞ്ഞ പോലെ ഇറച്ചിയും മീനകത്തും കിടന്ന് കളിച്ചേച്ച് പെട്ടെന്ന് ഒരു വെജിറ്റേറിയൻ പറയാനൊക്കെ പറഞ്ഞാൽ അറിയാൻ മേലാന്നല്ല, എന്നാലും നമ്മുടെ ഇടയിലൊക്കെ ആന്നേലും ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഒരു അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയോ അതൊക്കെയാണ് കൂടുതൽ, അല്ലെങ്കിൽ ഒരു ക്യാബേജ് തോരൻ, അല്ലെങ്കിൽ ഒരു കാച്ചിയ മോരോ, ഇത്രയൊക്കെ കാണത്തുള്ളൂ. അല്ലെങ്കിൽ കൂടുതലും ഇറച്ചി മീനോടാ കളി മുഴുവൻ. ഒരു കല്യാണം വന്നാലും അല്ലെങ്കിൽ എന്നേലും ഒരു വിശേഷം വന്നാൽ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെയൊക്കെ വീട്ടിലിടയിൽ. എന്നാൽ ഈ വെജിറ്റേറിയനൊക്കെ ഞാൻ എത്തിരി പഠിച്ചെപ്പോഴാണെന്നറിയാമോ, ഏട്ടൻ്റെ അമ്മയുടെ വന്നേ പിന്നെ അമ്മ ആരാ മോള് എല്ലാ സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയാൻ മേലാത്ത ഒന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്തൊക്കെ അമ്മയുടെ ചെറുപ്പകാലത്തൊക്കെ ആന്നേലും ബിരിയാണി പഠിച്ച പുള്ളിക്കാരത്തി ആന്നേരം പിന്നെ മോശമൊന്നുമല്ല, അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ബേസ് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ വെജിറ്റേറിയൻ ഒത്തിരി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒത്തിരി കുറവാണ്. എന്നാലും ഇപ്പോൾ പിള്ളേർ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് പനീറും മഷ്റൂമും ഇതൊക്കെ അല്ലയോ വേണ്ടേ. അന്നേരം പിന്നെ ഞാൻ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കൊടുത്താൽ തന്നെ പണിഷ്മെൻറ്റ് പോലെ തന്നെ ഇത് കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ടി വരും. പിള്ളേരുടെ മനസ്സും കൂടെ വിഷമാവുകയല്ലേ. അതുകൊണ്ട് ഞാൻ ആടയ്ക്കും എന്നാ പറയുന്നറിയോ, ഒരു ആടയ്ക്കും ഞങ്ങളന്നിക്കൊന്നു വൺസ് ഇൻ എ ബ്ലൂ മൂണോ അങ്ങനെയൊക്കെ ആന്നേൽ ഒരു ഇച്ചിരി വെജിറ്റേറിയനൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും നോൺ വെജിലാണ് ഞാൻ കൂടുതലും പരീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ഫിഷ് ഒലത്തിയത്. വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. മീൻ ഒലത്തുക എന്ന് പറയുന്നതും ഒരു ഇച്ചിരി പ്രയാസപ്പെട്ട പണിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറച്ചി കൂട്ട് നമുക്ക് ഒരു ഇച്ചിരി ഹാർഡല്ലല്ലോ. അന്നേരം പിന്നെ ഈ പറഞ്ഞോട്ട് മീനാന്നേൽ ഇച്ചിരി എന്താ പറയുക സോഫ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ട സാധനമാണ്. അന്നേച്ച് നമുക്ക് ഇത് ഏത് മീനിലാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇന്ന മീനൊന്നും ഞാൻ പറയുകയില്ല, എന്നാ മീൻ വേണേലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം നമുക്കൊരു റെസിപ്പി പഠിക്കാനാന്നേൽ ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നെമ്മീനാന്നു. ഈ നെമ്മീനാന്ന് പറയുമ്പോൾ നമ്മളെ ഇറച്ചി കഷ്ണമില്ലയോ, അന്നേരം പറഞ്ഞ പോലെ ഒരു സ്ക്വയർ പീസായിട്ട് വേണം നെമ്മീൻ മുറിക്കാൻ. ഇപ്പം ഞാൻ വേണ്ട ഇവിടെ മുറിച്ചേക്കുന്ന കണ്ടില്ലേ, അതേ കൂട്ട് തന്നെയാന്നേ. പിന്നെ ഇതിന് വേണ്ടിയ സാധനങ്ങളാന്നു കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്, ഇതാന്നേൽ ഒരു ഇച്ചിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാന്നേ. പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞേക്കുക. ഇതിനകത്ത് പേസ്റ്റ് വേണ്ട, ഇച്ചിരി അരിഞ്ഞിട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, ഇതും അരിഞ്ഞിട്ടേക്കുവാന്നേ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്. കുരുമുളക് എന്ന് പറയുമ്പോഴത്തേനും ഒന്നേലും ചതച്ചിടുക, അല്ലെന്നുണ്ടേൽ പൊടി ഇടുവാന്നേലും ഒക്കെയല്ല. അതുകൊണ്ട് കുറച്ച് കുരുമുളക് വേണം, അതായത് ചതച്ച് ഒരുപാട് മിക്സിയിലിട്ട് പൊടിക്കല്ല. ഇടികല്ലേലില്ലേ, ഇടികല്ലേ വെച്ചേച്ച് ഒന്ന് ചതച്ചാൽ മതിയേ. അന്നേരം ആ ഒരു എന്നാ പറയുന്നത് ആ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ വായിൽ വരണം. അതാന്നു അതിൻ്റെ ഒരു റെസിപ്പിയുടെ മെയിനായിട്ട് വരുന്നേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. പിന്നെ ഇത് ഉണ്ടാക്കാനാന്നേൽ നമുക്ക് വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. ഇതൊരു നാടൻ ഭക്ഷണമല്ലേ, അപ്പം നമ്മുടെ നാട്ടിൻ്റെ എണ്ണ തന്നെ മതി, ഇച്ചിരി വെളിച്ചെണ്ണ. പിന്നെ ഇച്ചിരി കടുക് വേണം. പിന്നെ ആന്നേൽ ഇച്ചിരി വറ്റൽ മുളക്, പിന്നെ ഇച്ചിരി തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി പായസത്തിന് അരിയുന്ന അരിയാവുള്ളൂ. മീനല്ലയോ, അന്നേരം മീനിന് അധികം ബലമില്ലേ. അന്നേരം പിന്നെ ഒത്തിരി വലിയ കഷ്ണം ഇടുക ആന്നേൽ അവർ തമ്മിൽ ഇടിച്ചൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി സവാള, പിന്നെ കുറച്ച് പച്ചമുളക്. പിന്നെ എത്ര ദിവസം കൂടിയിട്ടാണെന്ന് അറിയാമല്ലോ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് വന്നേക്കുന്നത്. ഇച്ചിരി കറിവേപ്പില കുറച്ച് കൂടുതലങ്ങ് ഇട്ടോ. പിന്നെ എന്നാന്നറിയോ, എന്നാ ഒരു കറി വെക്കുവാന്നേലും എനിക്ക് മഞ്ഞപ്പൊടി ഇല്ലേലും ഒക്കെയല്ല, അതുകൊണ്ട് ഒരു മഞ്ഞൾ. ഇനി ഇതിന് വലിയ പ്രയാസപ്പെട്ട പണിയൊന്നുമില്ല, വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു റെസിപ്പിയാന്നു. നമ്മൾ ഇപ്രാവശ്യം മീൻ പുരട്ടി വെക്കുന്ന കൂട്ടൊന്നും പുരട്ടി വെക്കുകയില്ല. എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ മീനൊക്കെ പറ്റിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് എല്ലാം കൂടെ ഒന്ന് പുരട്ടി വെച്ച് പറ്റിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചട്ടി ആന്നേൽ അങ്ങനെ, അല്ലെന്നുണ്ടേൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആന്നേൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി ആണെങ്കിൽ അങ്ങനെ, ഏതായാലും മതി. ഇപ്പം ഇനി ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനേൽ ഞാൻ അതിനകത്ത് മീനിനകത്ത് ഇടാനുള്ള സാധനങ്ങളെല്ലാം ഇട്ടേച്ച് നമുക്ക് അതിനകത്തിട്ടൊന്ന് പറ്റിച്ചെടുക്കാവേ. ആദ്യം മീന് അന്നേച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടില്ലേലുണ്ടല്ലോ അതിനൊരു ഇച്ചിരി നല്ല കറി ആവുകയില്ല.
മഞ്ഞൾപ്പൊടി ഇട്ടേച്ചു, കുറച്ച് മുളക് പൊടി, അതായത് ആ മീനിന് വേണ്ടി എരിവാന്നേ. പിന്നെ അന്നേരം ഇച്ചിരി ഒലത്തല്ലേ, അന്നേരം ഉണ്ടല്ലോ അതിനൊരു ഇറച്ചിയുടെ ഒരു ടേസ്റ്റും വരണം. അന്നാ നമ്മൾ മീനാ വെക്കുന്നതാനും, അതുകൊണ്ട് ഒരു ഇറച്ചിയുടെ ഒരു ചെറിയ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെരുംജീരകപ്പൊടി ഇടുന്നത്. അന്നേരം ഒത്തിരി ഒന്നും ഇടണ്ട, ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടേച്ചാൽ മതി. പിന്നെ അഥവാ ഇച്ചിരി ആ ഒരു എന്നാ പറയുക, ആ ഒരു ഫ്ലേവർ കുറവാന്നേൽ നമ്മൾ ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി. പിന്നെ ആണേൽ ഒരു ഇച്ചിരി വിനാഗിരി, പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി, കുറച്ച് ഇഞ്ചി ഇടുക. പിന്നെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ നേരം ഇച്ചിരി കൂടി ഇടാനുള്ളയാ, ഇച്ചിരി വെളുത്തുള്ളി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടില്ലേൽ കൊള്ളുകയില്ല, അതുകൊണ്ട് ഇത് ഇച്ചിരി ഇടുക. പിന്നെ ഇടണം, അല്ലാതെ എന്ന് വെച്ചാൽ ഇപ്പം ഇച്ചിരി ഇടുക. ഇത് വേണ്ടിയിട്ടൊന്നും ഇടുന്നതല്ല, ഞാൻ കറിവേപ്പില കണ്ടുകൊണ്ട് മോശമല്ല വിചാരിച്ചിട്ടിട്ടതാ. പിന്നെ അന്നേല ഒരു ഇച്ചിരി കുരുമുളക്, ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, അതായത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി ഉപ്പാന്നേ. അന്നേച്ച് അത് നല്ലതായിട്ടൊന്ന് പുരട്ടണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് കുറച്ച് മതി നമ്മുടെ മീനൊന്ന് വെന്ത് കിട്ടാനാണ്. ഒത്തിരി മീനിനാന്നേലും ഒത്തിരി വേവൊന്നുമില്ല, ഇച്ചിരി വേവേ ഉള്ളൂ. അതുകൊണ്ട് അത് ശരിക്കും ഉണ്ടല്ലോ, ഇപ്പം മീൻ അങ്ങോട്ട് പുരട്ടിയപ്പോഴത്തേനും ഉണ്ടല്ലോ നല്ല മീൻകറിയുടെ ഒക്കെ മണമാന്നേ. ഇതിനെ ഇനി എന്നാ ചെയ്യണം, ഈ ഉള്ള വെള്ളം വെച്ചേച്ച് ഒട്ടും വെള്ളം കൂടുതൽ ഒഴിക്കല. അഥവാ മീൻ ഇച്ചിരി വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ തന്നെയും എന്നാ ചെയ്യണം എന്നറിയോ, അത് അങ്ങനെ അങ്ങ് ഓഫ് ചെയ്തേക്കും, ആ വെള്ളം അങ്ങ് ഇരിക്കട്ടെ. അപ്പം നമുക്ക് മീൻ ഒരു 3/4 വേവ് ആവുന്നിടം വരെ നമുക്ക് വേവിക്കണം. എൻ്റെ മീൻ ഞാൻ വേവാനിട്ടില്ലേ, ഒത്തിരി വെന്തൊന്നുമില്ല, ഒരു ശക്കലം. നല്ല മണമെന്നറിയോ ശരിക്കും കേട്ടോ. നമ്മളൊരു മീൻകറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറ്റിച്ചെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല അസറ് മണം വരുന്നുണ്ട്. ഞാൻ തന്നെ അതിനെ കണ്ണു വെച്ച് നമ്മളെ വീട്ടിലൊക്കെ നല്ല മണം വരുമ്പോൾ അമ്മയോട് എന്ന് ഓടിച്ചെന്ന് പറയുകയല്ലേ, അമ്മ മീൻകറിക്ക് നല്ല മണമാന്ന് പറയുകയല്ലേ. അന്നേരം അമ്മ എന്നെ പറയാം, ഓ അവൾ ആ കറി നശിപ്പിച്ചു എന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ഞാൻ തന്നെ ഈ കറിയുടെ പൊങ്ങച്ചം പറയുന്നതല്ല കേട്ടോ, പക്ഷെ അതിന് നല്ല മണമുണ്ട്. ഇത് ഇത്രയും വെന്താൽ മതി. ഇച്ചിരി ഒന്ന് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ ഒന്ന് ആവി കയറുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേവില്ലേ, അത് മതി. കാര്യം എന്നാന്നോ, നമുക്ക് ഇനി അത് വറക്കാനുള്ളതാണ്. അന്നേരം വറുത്ത് കഴിയുമ്പോഴത്തേന് അതിനൊരു പിന്നെയും ഒരു ഇച്ചിരി വേവ് വരും. പിന്നെ മാത്രമല്ല ഗ്രേവി ഉണ്ടാക്കി വെച്ച് മീൻ അതിനകത്തോട്ട് ഇടുമ്പോഴത്തേന് പിന്നെയും ഒരു ഇച്ചിരി വേവ് വരും. അന്നേരം പിന്നെ ഇത്രയും വേവ് പോരെ. അന്നേരം ഞാൻ ഇതങ്ങോട്ട് മാറ്റി വെച്ച് നെക്സ്റ്റ് ഓരോ പീസസ് ആയിട്ട് എടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമുക്ക് ഈ മീനാന്നേൽ ഒരു സ്പൂൺ വെച്ചേച്ച്, ഞാൻ കുഞ്ഞു കഷ്ണമായിട്ടാന്നേ മുറിച്ചേക്കുന്നത്. അന്നേരം ഒരു സ്പൂൺ വെച്ചേച്ച് ഓരോ കഷ്ണമായിട്ട് ഈ നമ്മൾ എണ്ണയിലോട്ടിട്ട് വറുത്തെടുക്കാം. ഇതിനകത്തെ ആ ഗ്രേവി ഉണ്ടല്ലോ, ആ ഗ്രേവി എടുക്കണ്ട, അത് മാത്രം എടുക്കല്ലേ. കാര്യം എന്നാന്നോ, ആ ഗ്രേവി നമുക്ക് പിന്നെ ഇതിനകത്ത് പുരട്ടി എടുക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കാനാണ്. അന്നേരം സ്പൂൺ വെച്ച് കഷ്ണം മാത്രം എടുത്തേച്ചാൽ മതി. പിന്നെ അന്നേരം മീൻ ഒരു 1/2 വേവ് ഞാൻ വേവിക്കാൻ പറഞ്ഞ എന്നാന്നറിയോ, നമ്മൾ ഈ സ്പൂണിലെടുത്ത് എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനുണ്ടാവുന്ന എന്നാന്നോ, ആ ഒരു പൊടിഞ്ഞു പോകാതിരിക്കും. അതും കൂടെ ഒരു സേഫ് സൈഡാണ്. അന്നേരം ഒരു ഈ പറഞ്ഞ കൂട്ട് ഒരു 1/2 വേവായിട്ട് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മൂപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്തോട്ടെ. എന്നാന്നോ, നമ്മൾ ഈ ചിക്കൻ പെരട്ടിയൊക്കെ എടുക്കുകയല്ലേ, അന്നേരം അതിനൊരു ബ്ലാക്കിഷ് ബ്രൗൺ ഒക്കെ അല്ലേ നിറം. അന്നേരം ആ ഒരു നിറം കിട്ടാനാന്നേ. അന്നേരം ഒരു ഇച്ചിരി മീൻ നമ്മൾ വീട്ടിലൊക്കെ വറക്കുന്ന കൂട്ട് ചോറിനൊക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അത് ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വന്നോട്ടെ, അതുവരെ കിടക്കട്ടെ. അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ആയാലും ഒക്കിയല്ല.
ആയിട്ട് തന്നെയാണ് വറുത്തെടുത്തേക്കുന്നത്. ഇനി ആ ബാക്കി എണ്ണ അങ്ങനെ ഇരിക്കട്ടെ. ആ കാര്യം എന്താണെന്ന് പറയാം, ആ അരപ്പൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു ഇച്ചിരി ടേസ്റ്റ് വരത്തുള്ളൂ. അത് അവിടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് ഞാനൊരു വിശേഷം പറയട്ടെ. എന്നാന്നറിയാം, അപ്പോൾ വിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷം എന്നല്ല, നമ്മുടെ ആനീസ് കിച്ചണിലെ വിശേഷമാണ്. ഇന്നൊരു സന്തോഷം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ ആനീസ് കിച്ചണിൽ ഇത്രയും നാളും വന്ന ഗസ്റ്റിൽ ഇന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു കവി വരുന്നത്. ഇപ്പം കവി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് ഒരു വീട്ടമ്മയുടെ നിലയ്ക്ക് ഞാൻ പറയുവാന്ന്, അല്ലെ തന്നെ എന്നെ ഒരു എക്സാമ്പിളായിട്ട് തന്നെ എടുത്തു. ഞാൻ പറയുവാന്ന് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അടുക്കളപ്പണിയും വീട്ടുജോലിയെല്ലാം ചെയ്തേച്ച് വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിയേച്ച് വന്നേച്ച് നമ്മൾ എവിടെയാണ് അല്ലേ കവിതയൊക്കെ വായിക്കാനുള്ള സമയമുള്ളത്. അല്ലേ തന്നെ കവിതയൊക്കെ കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കോളേജ് ടൈംസിലൊക്കെ കവിത എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ എന്നെ ബോറാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാന്നേൽ നമുക്ക് കവിതയൊന്ന് തുറന്നു നോക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് വരുന്ന കവി എന്ന് പറയുന്ന അദ്ദേഹം ആരാന്നറിയാം, മുരുകൻ കാട്ടാക്കടയാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായി. മാത്രമല്ല അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഇപ്പം അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ എന്നെ ചെയ്യുന്നത്, നമ്മളൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴത്തേന് നമ്മൾ നോട്ട്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ കൊടുക്കും അല്ലേ. അന്നേരം നമ്മൾക്ക് നമ്മുടെ വ്യൂ പോയിന്റിലാണ് നമ്മളൊരു നോട്ട് എഴുതുന്നത്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഒരു അധ്യാപകനാണെന്ന് നമുക്ക് തിരുത്തി തരുന്നത്. ഇദ്ദേഹം ഒരു അധ്യാപകനും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ, സത്യം പറഞ്ഞ സമൂഹത്തിലുള്ള തെറ്റുകൾ അദ്ദേഹം തിരുത്തുന്ന രീതി കവിതയെ കൂടിയാണ്. അത് പക്ഷെ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുകയില്ല. അദ്ദേഹം വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ കാര്യങ്ങൾ അറിയാം നമുക്ക്. അതല്ലേ എളുപ്പം. അതിന് മുന്നേ നമുക്ക് ഈ മീനൊന്ന് തീർത്തേച്ച് അതിൻ്റെ ഡീറ്റെയിലിൽ പോവാം. ഇപ്പം എന്നാ ചെയ്തേക്കുന്നത്, നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിയേക്കുന്ന മീൻ വറുത്തങ്ങ് മാറ്റിയേക്കുക. അതേ എണ്ണയിൽ തന്നെ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ, ഇച്ചിരി കടുക് അങ്ങോട്ട് ഇട്ടേച്ച് പൊട്ടിക്കാം. ഞാൻ എണ്ണ ഇച്ചിരി ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് വിശേഷം പറഞ്ഞുകൊണ്ട് ആ കടുക് പൊട്ടാത്തെ. പക്ഷെ കടുക് പൊട്ടാനായിട്ട് നേരം കൊടുത്തോണം. അന്നേച്ച് വറ്റൽമുളക് എത്രയാന്ന് വെച്ചാൽ അതും ഇട്ടു, എരിവ് അനുസരിച്ച്. ഇതാന്നേ കാശ്മീരി മുളകാന്നേ, എത്ര ഇട്ടേച്ചാലും ഉണ്ടല്ലോ എരിവ് ഒന്നും കാണുകയില്ല. അന്നേച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എത്ര തേങ്ങാക്കൊത്താണ് വേണ്ടിയെന്ന് വെച്ചാൽ അതും കൂടി ഇട്ടേക്കുക. മീനായതുകൊണ്ട് ഞാൻ ഒത്തിരി ഇടുകയില്ല, ഒരു ഇച്ചിരി ഇടത്തുള്ളൂ. കറിവേപ്പില എന്നിട്ട് അടുക്കലോട്ട് വെച്ചേച്ച് ആവശ്യം പോലെ ഇട്ട് കൊടുത്തേക്കണം. പോരെന്നുണ്ട്, നമ്മൾ ബൗളിലെടുത്ത് വെച്ചിരിക്കുന്നത് പോരെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും കൂടെ എടുക്കും. ഈ കടുകും മീൻ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇടുവാന്നേൽ ശരിക്കും പറഞ്ഞുണ്ടല്ലോ നല്ലൊരു മണമാണ് വീട്ടിനകത്തോട്ട്. അന്നേരം ഇച്ചിരി ചോറുണ്ണാൻ തോന്നും, സത്യമാണ്. ഇനി നമ്മുടെ കടുക് പൊട്ടി കറിവേപ്പില ഇച്ചിരി മൂത്ത് വറ്റൽമുളക് ഇച്ചിരി മൂത്ത് ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ സവാള ഇടുവാന്നേ. സവാള ഇടുമ്പോഴത്തേന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയാമോ, നമ്മൾ മീനാന്നേൽ പെരട്ടി പറ്റിച്ചൊക്കെ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഇച്ചിരി മുഴുത്തതായിരിക്കും. എന്നാൽ അത് വറുത്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറയുവേ. അതുകൊണ്ട് നമ്മൾ പിന്നെ സവാള ചേർക്കുമ്പോഴത്തേന് ശ്രദ്ധിച്ചേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഇഞ്ചി ഇച്ചിരി വെളുത്തുള്ളി, അതാ ഞാൻ പറഞ്ഞ ആദ്യം പറ്റിക്കുമ്പോഴത്തേന് ഒത്തിരി ഇടണ്ട, ഇച്ചിരി ഇട്ടാൽ മതി. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു തിക്ക് ഗ്രേവി കിട്ടാനാന്നേൽ ഓപ്ഷനാന്നു ഇച്ചിരി ടൊമാറ്റോ അരിഞ്ഞിടുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി വിനാഗിരി ചേർത്തോണ്ട് മസ്റ്റല്ല, വിനാഗിരി 50-50 ബേസിസ്, അതായത് വിനാഗിരി ഒരു ഇച്ചിരി ടൊമാറ്റോ ഒരു ഇച്ചിരി അങ്ങനെ ഇട്ടാലും നല്ലതാണ്. ഇപ്പോൾ വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഇടാം. ഇത് ഇച്ചിരി അതായത് നമ്മുടെ ആ മീനൊക്കെ വറുത്തില്ലായോ, ആ എണ്ണയൊന്ന് ഉള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ഒരു അരപ്പ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മീൻ പറ്റിയേച്ച് ഇച്ചിരി വെള്ളം ബാക്കിയില്ലായിരുന്നു. അന്നേരം ഈ അരപ്പോടും ഈ ഉള്ളി എല്ലാം കൂടി ആ അരപ്പിലോട്ട് ഇടുക. ഒന്നാമത്തെ കാര്യം, എൻ്റെ ഈ പാനയിലോട്ട് ഒക്കെയല്ല എല്ലാം കൂടി ഇട്ട് പെരട്ടാനേ. അന്നേരം ഞാൻ വലിയ പാനയിലോട്ട് ആക്കുന്ന, അത് മാത്രമല്ല ഇതിനകത്തെ ഗ്രേവിയും കൂടെ ഒന്ന് നമുക്ക് ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു പച്ചച്ചൊവയെന്നൊക്കെ പറയുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതും ഒന്ന് മാറിയെടുക്കണം. അന്നേച്ചാൽ ആ ഗ്രേവിയിൽ ഉള്ളിയിൽ ആ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കണ്ടായോ, അത് മാത്രമേ ഉള്ളൂ. ഈ ഉള്ളി ഒരു
ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളെ ആ ഉള്ളിയുടെ ആ റോ ടേസ്റ്റ് ഇല്ലേ അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ആ അരപ്പൊക്കെ പിടിച്ചേക്കുമല്ലേ, അന്നേരം മീനകത്ത് അന്നേരം ഒത്തിരി പിടിച്ചിട്ടില്ല, ഒരു ഇച്ചിരിയേ പിടിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത് പോരാ കേട്ടോ. മീനൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേനും അത് ഇച്ചിരി ഒന്ന് മുരിഞ്ഞിരിക്കുക. അന്നേരം ഇതിനകത്തോട്ട് നമ്മുടെ മീനും കൂടി അങ്ങ് ഇടണം. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളി ആന്നേലും നല്ല അസലായിട്ട് ആ മീനിൽ നല്ലതായിട്ട് അങ്ങ് പിടിക്കണം ആ ഗ്രേവിയിൽ. ഇനിയാന്നു ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് വെള്ളം ഒന്ന് തളിക്കുക. അതായത് നമ്മുടെ ആ മീൻ ഒന്ന് ഇച്ചിരി സോഫ്റ്റ് ആവണേ. അന്നേരം നമ്മൾ നേരത്തെ പറ്റിച്ച് വെച്ചേക്കുന്ന അരപ്പില്ലയോ, അന്നേരം അതും കൂടെ ആ മീനേലൊന്ന് പിടിക്കും. മാത്രമല്ല മൊത്തത്തിൽ, അതായത് ബാക്കി വന്ന കറിവേപ്പിലയും കൂടി ഇടണം. അത് മസ്റ്റൊന്നല്ല കേട്ടോ, വേണേ ഇട്ടാൽ മതി. അന്നേച്ചാൽ ഇത് ഒത്തിരി സിമ്മാക്കി വെക്കുക. ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് വേണേൽ ഉപ്പ് ചേർക്കാം, പുളി വേണേൽ പുളി ചേർക്കാം. പിന്നെ അന്നേരം ഒരു 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 എളുപ്പവഴി പറഞ്ഞു തരട്ടെ. എന്നാന്നോ, നമ്മൾ ഈ വറുത്ത് വെക്കുമ്പോൾ മീനിൻ്റെ ക്വാണ്ടിറ്റി അങ്ങോട്ട് കുറയുകയല്ലേ. അന്നേരം ഒരു ഇച്ചിരി നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നേച്ചാൽ അതിനകത്ത് ഇച്ചിരി കുറവായോ, ഇത് എത്തുവേല, കറി തികയുവേല എന്നൊക്കെ തോന്നുവാന്നേലും എന്നാ ചെയ്യുന്നറിയോ, നമ്മുടെ ടൊമാറ്റോ ഇല്ലേ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് ഇതിനകത്തോട്ട് ചേർക്കുവാന്നേലും, ഒത്തിരിയല്ല, ഒരു മുഴുത്ത ടൊമാറ്റോ ചേർക്കുവാന്നേൽ കറിക്ക് ഇച്ചിരി ഒരു പൊലിപ്പവും കിട്ടും. എന്നാൽ എല്ലാവർക്കും മീൻ കഷ്ണം എത്തുകയും ചെയ്യും. അതൊരു തട്ടിപ്പാട്ടോ, എന്നാലും വേണ്ടതല്ല, നമുക്കൊന്ന് മാനം കാക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർക്കാം, ഉപ്പ് വേണേൽ ചേർക്കാം, വിനാഗിരി വേണേൽ ചേർക്കാം. അത് ഈ സമയത്ത് ചേർത്തതിന് ശേഷം ഈ മീനയിലൊന്ന് ഈ അരപ്പ് പിടിക്കാൻ വേണ്ടി ഒരു കുറച്ച് സമയം ഒന്ന് അടച്ചിടുക. അതായത് നമുക്കറിയാമല്ലോ അരപ്പൊന്ന് പെരണ്ട് വരാനായിട്ട്. എനിക്കിപ്പോൾ പെരലാൻ സമയമായി കഴിഞ്ഞു. നമ്മൾ ഈ ഫിഷിൻ്റെ കൂടെ ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്ന പത്തിരിയാണ്. ഇതിനിപ്പോൾ നമ്മൾ നല്ല വീട്ടിൽ നമ്മുടെ മന്ദാരപ്പൂ അപ്പം ആന്നേ പോലും ഇതിൻ്റെ കൂടെ നല്ലതായിട്ട് പോവും. പിന്നെ ഇച്ചിരി ഗ്രേവിയും കൂടെ, അതായത് തലേദിവസം മീൻകറി ആന്നേൽ ഇച്ചിരി കൂടി ഒരു ടേസ്റ്റാണ്. അന്നേരം തലേദിവസം മീൻകറിയാന്ന് പറയുവാന്നേൽ ചോറാന്ന് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ്. എന്നതാന്നേലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതൊരു ആൾക്കാർക്ക് പോലും അറിയാൻ മേലാത്ത റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്തേക്കണേ. നമസ്തേ ചേട്ടാ. നമസ്തേ 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 ചേച്ചി. ഇന്ന് ശരിക്കും ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞോട്ടെ സാറേ, ഇന്ന് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു. കാര്യം എന്താ വെച്ചാൽ ആനീസ് കിച്ചണിൽ ഇതുവരെ ഒരു കവി വന്നിട്ടില്ല. സന്തോഷം. ഒരു മലയാളി എന്ന നിലയ്ക്ക് സാറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ യാദൃച്ഛികമായിട്ടാണ് സാറിൻ്റെ ഒരു കവിത വായിക്കാൻ ഇടയായതും കേൾക്കാനൊക്കെ ഇടയായത്. അതിൻ്റെ ആ സാർ പറയുന്ന ആ ഒരു പ്രസന്റേഷനൊക്കെ ഇല്ലേ, സത്യം പറഞ്ഞാൽ കവിത ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും അതിനോട് കാതോർക്കാൻ തോന്നും സത്യം. അതുകൊണ്ട് ശരിക്കും ഒരു അഭിമാനം തോന്നുന്നുണ്ട് എൻ്റെ ആനീസ് കിച്ചണിലും എനിക്കും എൻ്റെ പ്രേക്ഷകർക്കും. അമ്മയോട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നറിയാം. അപ്പൊ എനിക്കറിയേണ്ട ആ അമ്മയെക്കുറിച്ചും അമ്മയുടെ അടുക്കളയെക്കുറിച്ചും അമ്മയുടെ പാചകത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാൻ തന്നെ. ഈ പറഞ്ഞതിൽ കാട്ടാക്കട എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ തെക്ക് കിഴക്കാണ്, തികച്ചും ഗ്രാമമാണ്. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അമ്മ ഞങ്ങൾ 6 മക്കളാണ്. അതിൽ അവസാനത്തെ ആളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും ഏറ്റവും ഇളയ ആളെന്ന നിലയിൽ എപ്പോഴും അടുക്കളയുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത് എനിക്കായിരിക്കുമല്ലോ, ഏറ്റവും കുഞ്ഞെന്നുള്ളതിൽ. അപ്പം തീർച്ചയായും ഇന്നും ഇപ്പോഴും എപ്പോഴും അത് എൻ്റെ മാത്രം കാര്യത്തിലായിരിക്കില്ല, എല്ലാവരെയും സംബന്ധിച്ചും അവരുടെ അമ്മ പകർന്നു നൽകുന്ന ഒരു രുചി ഉണ്ടാവും. അതൊരിക്കലും മാറില്ലല്ലോ ജീവിതത്തിൽ. നമ്മൾ അതിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരിക്കലും ആ ലെവലിലേക്ക് ഒന്നും കയറി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയില്ല. പിന്നെ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേക ചിട്ടവട്ടങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സന്തോഷം, കുടുംബത്തിലെ മറ്റുള്ളവരുടെ സന്തോഷം, സ്വയം ഈ പറഞ്ഞതുപോലെ ഈ മെഴുകുതിരി പോലെ സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശം ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ മെഴുകുതിരി. അതുപോലെ ആയിരുന്നു എൻ്റെ അമ്മ. സ്വയം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത്. ഞാൻ എൻ്റെ കവിതയിൽ അമ്മയെ ചില കവിതകളിൽ ഇങ്ങനെ പരാമർശിച്ചു പോകുന്നുണ്ട്. ഒരു ഓണം എന്നൊരു കവിതയുണ്ട്, അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് ഓണം എന്ന കവിതയിൽ എന്നും ചിരിക്കാത്ത ഒരു അമ്മ അതൻ ചുണ്ടിൽ വന്ന് എന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നും അമ്മ ചിരിക്കാറില്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. അതാണ് ഏറ്റവും ദിവ്യമായി ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒരു ഭാവം എന്ന് പറയുന്നത്. എൻ്റെ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി അത് ചില പ്രത്യേക ഘട്ടങ്ങളിലേ വരും. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് തിരുവോണത്തിനാണ്. കാരണം തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരെയും ഒരുമിച്ച് കിട്ടും. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തി അമ്മ ഇങ്ങനെ വിളമ്പി തരുമ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരി ഉണ്ട്. അതാണ് എന്നും
എന്നും ചിരിക്കാത്തൊരമ്മ തൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം. ഓണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ആ സ്മിത ആ ചിരിത്തുമ്പയാണ് ഓണം. ഓ ഹാ ഹാ, അമ്മയെ പറ്റി എനിക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞ സാർ രണ്ട് വരിയിൽ ഒതുക്കിയാൽ പോലും എനിക്ക് മതിയാവുന്നില്ല അമ്മയെ പറ്റി കേട്ടിട്ട്. എനിക്ക് അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ പറ്റി കേൾക്കാനും സാറിന്റെ കവിതയെ കുറിച്ച് കേൾക്കാനും, അല്ലെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് സാറിനോട് ചോദിക്കാൻ. നമുക്ക് അവിടെ ഇരുന്ന് വർത്താനം പറയാം. ഭക്ഷണം വരെയാണ് ഇത് ഒരു വീട്ടിലും ഉണ്ടാക്കാത്ത ഒരു ഭക്ഷണം ഉണ്ടാക്കിയേ, അതൊരു വ്യത്യസ്തമായിട്ടൊരു ഭക്ഷണം. അതുകൊണ്ട് ഈ നമ്മുടെ ആനീസ് കിച്ചൺ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അത് ട്രൈ ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. മീൻ വെച്ചാ ചെയ്തേക്കുന്നത്, എന്നാ ഇറച്ചിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഇറച്ചി മിക്സ് ചെയ്തിട്ടല്ല, മീൻ വെച്ചിട്ട് ഇറച്ചിയുടെ ഒരു റെസിപ്പിയും കൂടെ ചേർത്ത് ചെയ്തേക്കുക. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മത്സ്യം, മീൻ. ഇറച്ചി രണ്ടാം സെക്കൻഡറിയാണ്. ഒന്നാമത് രാവിലെ ഏത് സമയമായാലും മീൻ കിട്ടണം എന്നുള്ളതാണ്. ചേച്ചി എളുപ്പമുണ്ട്, അമ്മ ഉണ്ടാക്കുന്ന മീൻകറി അതിന്റെ ഒരു ടേസ്റ്റ് ആണ്. അമ്മ ഈ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ വെളുത്ത കളറിൽ മീൻ വയ്ക്കില്ല അമ്മ. വറുത്തരച്ചിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ച് എന്തോരം ചോറുണ്ടാവാ. സത്യമല്ലേ, സത്യമല്ലേ ചേച്ചി ഞാൻ ഈ പറയുന്നത്. ആ ചൂട് ചോറും കൂടെ ഉണ്ടെങ്കിൽ ഹാപ്പി. ശരിക്കും എനിക്ക് തോന്നുന്നു 10-15 കൊല്ലം ആയി അല്ലേ സാർ ഒരു കവിയായിട്ട് ഭയങ്കര ഒരു പ്രശസ്തി നേടിയത്. ഈ ഒരു പ്രശസ്തി പോപ്പുലാരിറ്റീനെ സാർ എങ്ങനെയാ, സാറിന്റെ വ്യൂ പോയിന്റ് സാർ എങ്ങനെ വിലയിരുത്തുന്നു? അത് സ്വാഭാവികമായ ഒരു ഇപ്പം നമ്മൾ എല്ലാത്തിലും നിയതിയിൽ നാം വെറും നിമിത്തങ്ങൾ മാത്രം എന്നാണ് കവി പറയുന്നത്. നമ്മളെല്ലാം ഒരു നിമിത്തമാണ്. അത് സംഭവിക്കാൻ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇപ്പം ഞാൻ എൻ്റെ കണ്ണട എന്ന കഥ ഞാൻ എഴുതിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതുമായിരുന്നിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും. അതിന് നമ്മൾ ഒരു മീഡിയമായി മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായും എൻ്റെ ഈ കണ്ണട എന്ന കവിത ആണ് ഏറ്റവും പെട്ടെന്ന് ജനകീയമായ കവിത. അതിന് മുമ്പ് കവിത എഴുതുമായിരുന്നു. ഞാൻ കേരള സർവകലാശാല കവിതാരചനാ മത്സരത്തിൽ പങ്കെടുത്ത് 2ാം സ്ഥാനമൊക്കെ വാങ്ങിയിട്ടുണ്ട് പണ്ട് പഠിക്കുമ്പോൾ. പക്ഷെ എങ്കിലും അതിനെ ഒരു പ്രതികരണ ആയുധം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് ഏതാണ്ട് 10-18 വർഷം മുമ്പാണ്. അപ്പോൾ അതിനുശേഷം ഈ പറഞ്ഞ പോലെ എപ്പോഴും പറയും, എനിക്ക് കവിത ഒരുപാടില്ല, ഒരു 10-80 കവിതയെ ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ 80 പെൺമക്കളാണ് എൻ്റെ ഈ 80 കവിതകൾ. അതിലെ മൂത്ത ആളാണ് കണ്ണട. അപ്പോൾ നല്ല മക്കളുണ്ടാകുമ്പോൾ നമ്മൾ നല്ലാവും അല്ലേ? നമ്മൾ നല്ല മക്കളുണ്ടാകുമ്പോഴാണ് നമ്മൾ അവരുടെ കൂട്ടത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കണ്ണടയെ എൻ്റെ ഈ പെൺമക്കളെയും കൊണ്ട് ഇങ്ങനെ വേദികളിലൂടെ യാത്ര ചെയ്യുകയും അവർ മറ്റുള്ളവരുടെ ഹൃദയത്തിലുള്ള നന്മ, സ്നേഹം എനിക്ക് വാരിക്കോരി തരികയും ചെയ്യുന്നത് മാത്രമേ ഞാൻ എൻ്റെ ഈ കവിതാ യാത്രയെക്കുറിച്ച് അസസ് ചെയ്യുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ ബാക്കിയുള്ളവർക്ക് സദസ്സിലൊക്കെ ചെന്നിട്ട് കവിത ചൊല്ലാൻ പറയുമല്ലോ, അപ്പൊ സാർ ഏറ്റവും കൂടുതൽ കവിത ചൊല്ലിയിട്ടുള്ളത് ഏതാ? ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കന്നഡ തന്നെയാണ്. കന്നഡ പിന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരിക്കല് ഒരു ഗ്രാമീണ ഉത്സവമാണ്, വലിയൊരു മേള. ആ മേളയിൽ കവി സമ്മേളനം. അപ്പം ഞാൻ അവിടെ ചെല്ലുന്നു. കവിത അതായത് പൊതുസ്ഥലത്താണ്, വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട്. പക്ഷേ ജനം കൂടിയിട്ടുണ്ട് ഈ കവിത കേൾക്കാൻ. അപ്പം ഞാൻ എൻ്റെ കന്നഡ ഒരു പ്രാവശ്യം ഇരുന്നു. അടുത്ത കവിത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരു കുറിപ്പ് കൊണ്ടു കൊടുത്തു, കന്നഡ ഒന്നുകൂടെ ചൊല്ലണം എന്ന്. അപ്പോൾ എനിക്കതെന്തോ ഒരു ഇതായിട്ട് തോന്നി. പക്ഷേ എങ്കിലും ഞാൻ എന്ത് ചെയ്തു, 2 കവിത കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കന്നഡ ഒന്നുകൂടെ ചൊല്ലി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ച് കഴിഞ്ഞ് 2-3 കവികൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുറിപ്പ് വന്നു, കന്നഡ ഒന്നുകൂടെ ചൊല്ലണം. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്താണ്, പണ്ടൊരു കഥയുണ്ടല്ലോ, നമ്മൾ ഒരു ഗായകരെ കുറിച്ച് പറയുന്നത്, ഒരു പാട്ട് പാടിക്കുന്നു, ആ പാട്ട് വീണ്ടും പാടണമെന്ന് പറയുന്നു, വീണ്ടും പറയുമ്പോൾ ഗായകൻ ചോദിക്കും എന്താണ് ഞാൻ ഈ പാട്ട് അല്ല ഈ പാട്ട് നേരെ പാടിയിട്ട് അടുത്ത പാട്ട് പാടി. അതുപോലെ ഈ കന്നഡ എനിക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും കളിക്കാനായിരിക്കും. അപ്പം ഞാൻ 3ാമത് ചൊല്ലില്ല എന്ന് പറഞ്ഞു, അധ്യക്ഷനോട് പറഞ്ഞു. ഇല്ല ഞാൻ. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയല്ല മാഷേ, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർ വളരെ ദൂരെ നിൽക്കുമ്പോഴാണ് ഈ കവിത കേട്ടുകൊണ്ട് അവർ ഓടി വരികയാണ്. അപ്പോഴത്തേക്കും കവിത തീർന്നു പോയി. അവരെ ആവശ്യപ്പെടുന്നതാണ്, ദയവായി അവർക്ക് വേണ്ടി
ഒന്ന് ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഞാൻ ഒരേ വേദിയിൽ 3 പ്രാവശ്യം കന്നഡ ചൊല്ലി. എന്നാ പിന്നെ ഞങ്ങളുടെ വേദിയിലും കൂടെ ഒന്ന് പറയണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കൊപ്പുകൾ കാണാം, കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം, പന്നിവെടി പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറ കൊള്ളുവതു കാണാം, ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം എന്നാണ് കവിത. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാ മദ്യക്കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടി കയറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. അത് വർത്തമാനകാല ജീവിതമാണ് ആ കവിതയിൽ ഞാൻ. ശരിക്കും സർ കവിതകൾ എഴുതുമ്പം ശരിക്കും ഒരു റിയൽ ഇൻസിഡന്റ് നോക്കിയിട്ടാണോ എഴുതുന്നത്? അങ്ങനെയല്ല, അങ്ങനെയും ഉണ്ടാവുന്നുണ്ട്. അതായത് നിലനിൽക്കുന്ന കാലത്തോടുള്ള ഒരു കലഹമാണ് കവിത. തീർച്ചയായും ഈ കാലം ഇങ്ങനെ ആയാൽ പോരാ എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവരുടെയും മനസ്സില്ലേ? അപ്പൊ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ തോന്നലുകളാണ് ഞാൻ എൻ്റെ കവിതയായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് അപ്പം അങ്ങനെയാണ്. തീർച്ചയായിട്ടും നമ്മൾ പിഞ്ചു മടിക്കുത്ത് 50 പേർ ചേർന്ന് 20 വെള്ളിക്കാശ് കൊടുത്തിട്ട് ഉഴുതുമറിക്കും കാഴ്ചകൾ കാണാം. നമുക്ക് എത്രയോ കാലം, പുരാതന കാലം മുതൽ, ചരിത്രാതീത കാലം മുതൽ ഈ അനുജത്തിമാർ, അമ്മമാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഈ വർത്തമാന കാലത്തിനും അതിൽ കുഞ്ഞിനെ പോലും വെറുതെ ഇവിടെ അത്തരത്തിൽ പുരുഷ മനസ്സുകൾ വികൃതമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടെ ശക്തമായി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കണ്ണടയിൽ ശ്രമിച്ചത്. നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ഒരു വിപ്ലവമാണ്. മിണ്ടാതെ കിടക്കുന്നവരെ വിളിച്ചുണർത്തുന്നത് തന്നെ ഒരു വികസന പ്രവർത്തനമാണ്. അതുപോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉറക്കെ പറയുമ്പോൾ ചില ചിന്തകൾ പല കോണിൽ നിന്നുണ്ടായാൽ അത് നല്ലതല്ലേ? അതാണ് ആ കവിതയുടെ ധർമ്മം. അതാണ് അത് ചെയ്യുന്നത് കണ്ണട. ഒരു കവിത രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ ഒരുപാട് ദിവസം ഇരുന്നാണോ എഴുതുന്നത്, അതോ പെട്ടെന്നാണോ എഴുതി തീർക്കുന്നത്, അതോ ഇന്ന സമയത്താണോ എഴുതുന്നത്? അങ്ങനെ അല്ല, എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ പലരും പറയുന്നുണ്ട് പ്രത്യേക സമയം സഹായിക്കുന്നുണ്ട് ചില ആളുകളെ എഴുതാനേ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക ടൈം എടുത്ത് ഞാൻ കവിത എഴുതിയിട്ടില്ല. ഒരു കാര്യം വല്ലാതെ നമ്മളെ ഹോണ്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വല്ലാതെ സന്തോഷിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വല്ലാതെ ദുഃഖിപ്പിക്കുമ്പോൾ, വല്ലാതെ വേദനിക്കുമ്പോൾ ചില വരികൾ സ്വാഭാവികമായി നമ്മൾ എഴുതും. അപ്പോൾ അതിനൊരു മൂർത്തമായ രൂപം, ചിലതിനൊന്നും ആ ഒരു മൂർത്ത രൂപം വരാതെ കവിത അല്ലാതെ ചാപിള്ളയായി നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. ചിലത് മൂർത്തമായ ഒരു രൂപത്തിൽ അപ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ എഴുതി തീർക്കാം. ചിലത് നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. 4-5 വരി കാണും, പക്ഷെ അതിൻ്റെ യഥാർത്ഥ ജൈവ സ്വരൂപത്തിലേക്ക് വരാൻ കുറേ ദിവസം എടുക്കും. കുറേ ദിവസം എടുത്തും ചിലപ്പോൾ ഒരു കവിത രൂപം കൊള്ളും, പെട്ടെന്നും കവിത രൂപം കൊള്ളാം. അതിപ്പോൾ സ്വാഭാവികം. ഡിപ്പെൻസ്. നമ്മുടെ മനസ്സിനകത്ത് ആ കാര്യം എങ്ങനെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നും ഓരോ രീതിയിലായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടി വണ്ടി കയറി ചത്ത് കിടക്കുന്നത് കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ചിന്തയാണ് വരുന്നത്. ചിലർക്ക് വളരെ വളരെ മോശമായ ഒരു ചിന്ത അല്ല ഒരു കാഴ്ചയായിട്ടേ അതിനെ കാണുള്ളൂ. ചിലപ്പോൾ ഒരാൾ ഈ പൂച്ചക്കുട്ടിയുടെ അമ്മയെക്കുറിച്ച് ചിന്തിക്കും ചിലപ്പോൾ അല്ലേ. അപ്പുറത്തും ഇപ്പുറത്തും ഒളിച്ചു നിന്ന് ഒരു അമ്മ പൂച്ച ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടോ ഈ കുഞ്ഞിനെ എന്ന് നമ്മൾ ചിന്തിക്കുന്നവർ കാണാം. ചിലർ ഇത് എടുത്ത് വെട്ടി മൂടാത്ത എന്താണെന്നുള്ള ചോദിക്കുന്നവർ കാണാം. ഇത് അങ്ങനെ പല കോണിലാണല്ലോ നമ്മളൊരു കാര്യത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ എങ്ങനെ കണ്ടു, എങ്ങനെ കൺസീവ് ചെയ്തു, അതിനനുസരിച്ചായിരിക്കും കവിതയുടെ കയറ്റിറക്കങ്ങൾ സംഭവിക്കുന്നത്. കണ്ണടയൊക്കെ ഈ കുറച്ച് ഒരു 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് എഴുതി തീർത്ത കവിതയാണ് കണ്ണട. സർ, അപ്പൊ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, നമ്മൾ ഈ വാക്കുകൾ അല്ലേ, ശരിക്കും ഈ നമുക്കൊക്കെ ആദ്യമായിട്ടൊരു കവിത വായിക്കുമ്പോഴത്തേക്ക് വാക്കുകളൊക്കെ ഭയങ്കര വലിയ വലിയ വാക്കുകളായിട്ടൊക്കെ തോന്നാറുണ്ട്. അത് ഇൻബോൺ ആണെന്ന് അറിയാം, പക്ഷെ എന്നാലും ആ വാക്കുകളൊക്കെ സ്വയമേ നമ്മളിൽ നിന്ന് വരുന്നതാണോ എഴുതുമ്പോൾ? തീർച്ചയായും ഉള്ളിൽ നിന്ന്. അതെങ്ങനെയാണെന്ന് അറിയാമോ? അതിപ്പോ വായനയാണ് ഇതിന്റെ സംസ്കൃത വസ്തു. നന്നായി വായിക്കണം. നമ്മളിപ്പോ ഒരു കവിത്വ ഗുണം ഒരാളിന് ഉണ്ടായിരുന്നാൽ പോലും അത് ചിലപ്പോൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രയോജനം ചെയ്തെന്ന് വരില്ല. കാരണം അതിനാവശ്യമായ ഇൻപുട്ട് നമുക്ക് ഉണ്ടാവണം.
അത് വായനയും പിന്നെ ജീവിത അനുഭവങ്ങളും ഉണ്ടാവണം. എൻ്റെ അച്ഛൻ നന്നായി വായിക്കുമായിരുന്നു. അച്ഛൻ 7ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി. പക്ഷേ അച്ഛൻ വെറുതെ വീട്ടിലിരിക്കുന്ന സമയമെല്ലാം ധാരാളം പുസ്തകം വായിക്കുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പുസ്തകം ഇതെന്താണെന്നൊരു തോന്നൽ. ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ വെച്ച് നന്നായി വായിച്ചു തുടങ്ങി. അമ്പിളി അമ്മാവനൊക്കെ പറഞ്ഞ അന്നത്തെ കൊച്ചു അതിൽ നിന്ന് പതുക്കെ ധാരാളം 7ാം ക്ലാസ്സിന് മുമ്പ് 6ാം ക്ലാസ്സിലൊക്കെ വെച്ച് ഞാൻ മാർത്താണ്ഡവർമ്മ, ഈ ധർമ്മരാജ എന്ന് പറയുന്ന അങ്ങനെ അച്ഛൻ വായിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു തുടങ്ങി. പക്ഷേ ഒരു കുറേ കാലം അങ്ങനെ പോയെങ്കിലും ഇപ്പോൾ സത്യത്തിൽ വായന ഉണ്ടോ എന്ന് കേട്ടാൽ വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വായന മാത്രമേ സത്യം എനിക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ ഒരു ദുഃഖം എന്ന് പറയുന്നത്. തീർച്ചയായും വായന ഉണ്ടെങ്കിലേ നമുക്ക് ക്രിയേറ്റീവായിരിക്കാൻ പറ്റും. അത് കവി എന്നല്ല ഏത് എഴുത്തുകാരനായാലും ശരി. സർ ആദ്യമായിട്ട് എഴുതിയ കവിത ഏതാണ്? അത് ഒരുപാട് കവിത പണ്ടൊക്കെ എഴുതി. ഫസ്റ്റ് എന്ന് പറയാൻ അങ്ങനെയില്ല, പക്ഷേ ഒരു പോപ്പുലാരിറ്റി തന്ന ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ച് ഞാൻ ചൊല്ലാൻ തുടങ്ങിയ കവിത എന്ന് പറയുന്നത് ഒന്ന് കാത്തിരിപ്പ് എന്നൊരു കഥയുണ്ട്. ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു, നെഞ്ചിലാഴ്ന്നമരുന്നു മുനയുള്ള മൗനങ്ങൾ, ആർദ്രമൊരു വാക്കിൻ്റെ വേർപാടു നുരയുന്നു, പ്രിയതരം വാക്കിൻ്റെ വേനൽ മഴത്തുള്ളി ഒടുവിലെത്തുന്നതും നോറ്റു പാഴ്സ്മൃതികളിൽ, കാത്തിരിപ്പൊറ്റയ്ക്കു കാതോർത്തിരിക്കുന്നു, കാത്തിരിപ്പൊറ്റയ്ക്കു കൺപാർത്തിരിക്കുന്നു എന്ന് പറയുന്ന കവിത ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിരഹത്തിൻ്റെ കവിതയാണ്. അതാണ് കൂടുതൽ ഈ കവി സമ്മേളനങ്ങളിൽ കുറച്ച് ജനകീയമായി വന്ന കവിത ആദ്യത്തെ. സർ ഇപ്പം പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സർ രേണുക എന്ന് പറഞ്ഞ കവിത ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ യൂത്ത് ഭയങ്കരമായിട്ട് കയ്യിലെടുത്ത ഒരു കവിതയാണ്. ശരിക്കും ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കാമുകന്മാരാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. അത് ഒരു കണ്ണിങ് ചോദ്യമാണ്, ഈ രേണുക ആരാണ് സർ? രേണുക ആരാണ് എന്ന് കേട്ട് ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഫിലോസഫിക്കലായിട്ടൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാം. പക്ഷെ വീട്ടിൽ ഞാൻ തന്നെ ചെന്ന് കയറണം. അതുകൊണ്ട് സത്യത്തിൽ രേണുക എന്നൊരു ഒരു ആളില്ല. പലതരത്തിലുള്ള പ്രണയ അനുഭവങ്ങൾ ഉണ്ടല്ലോ നമുക്കെല്ലാം. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രണയ അനുഭവങ്ങളെ ഞാൻ ആ ഒരു വാക്കിൽ ആരോപിച്ചതാണ് രേണുക. അങ്ങനെ രേണുക എന്ന് പ്രത്യക്ഷമായൊരു കാമുകിയില്ല. എടുത്തു പറഞ്ഞേ, അത് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം. സാർ പറഞ്ഞല്ലേ രേണുക എന്ന് പറഞ്ഞൊരു കാമുകി ഇല്ല. രേണുക 6 വരിയ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു, പിരിയുമ്പോഴേ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുക്കേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ഘനഭംഗികൾ, മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമക്ഷണഭംഗികൾ. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഇത് ശരിക്കും യൂത്ത് ഏറ്റെടുത്തില്ലെങ്കിലേ ഉള്ളൂ കേട്ടോ. സാറിന്റെ കവിതകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരിയും പേരുണ്ട്. സാറിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ നല്ല കവി ആരാ? എനിക്കോ? പിന്നെ എനിക്ക് എല്ലാ കവികളെയും നമ്മൾ ഓരോ കവിയും ഒരു മഹാവൃക്ഷങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരെയും എനിക്കിഷ്ടമാണ്. എങ്കിലും ഞാൻ എൻ്റെ ആത്മഗുരുവായി കാണുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. കാരണം ഈ പൂന്താനം നമ്പൂതിരിയൊക്കെ അങ്ങനെ ഞാൻ കാണുന്നതിന് കാരണം അദ്ദേഹം ഒരു കാലത്ത് പച്ച മലയാളത്തിൽ കവിത എഴുതിയ ആളാണ്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ പച്ച മലയാളത്തിൽ കവിത എഴുതുന്നവരെ അംഗീകരിച്ചിരുന്നില്ല. അന്ന് സംസ്കൃതത്തിൻ്റെ അതിപ്രസരം മലയാള ഭാഷയിൽ ഉണ്ടായിരുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംസ്കൃതബദ്ധമായ
കവിതകൾ എഴുതുന്ന ആളുകളെ കവികൾ. ഇയാൾ വളരെ സിമ്പിളായിട്ട് നല്ല മലയാളത്തിൽ എഴുതിയത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ആ കാലഘട്ടം പാർശ്വവൽക്കരിച്ചു കളഞ്ഞു, ചുമ്മാ സാധാ കവി എന്ന നിലയിൽ. പിന്നെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ ഇയാളൊരു ഭക്ത കവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ കൊണ്ടിരുത്തി. അങ്ങനെ ഈ ജീവിച്ചിരുന്ന കാലത്ത് അവഗണിക്കപ്പെട്ട, കൃത്യമായും അടയാളപ്പെടുത്താൻ കഴിയാതെ പോയ, മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാൻ ആ അർത്ഥത്തിൽ, ആ പൂർണ്ണ അർത്ഥത്തിൽ അംഗീകരിക്കപ്പെടാൻ കഴിയാതെ പോയ ഒരു കവി എന്ന നിലയിലും അദ്ദേഹം ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ, ആ കാലഘട്ടത്തിലെ യാഥാർത്ഥ്യം എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ സ്വന്തം കവിതയിൽ കൊണ്ടുവന്ന ഒരാളെന്ന നിലയിലും ഞാൻ എൻ്റെ ആത്മഗുരുവായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ അദ്ദേഹം പറയുന്നത്, കൂടയല്ല പിറക്കുന്ന നേരത്ത്, കൂടയല്ല മരിക്കുന്ന നേരത്ത്, കൂടയല്ല പിറക്കുന്ന നേരത്ത്, കൂടയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥ എന്നാണ് ചോദ്യം. അപ്പോൾ കോമ്പറ്റീഷൻ, മത്സരം, ഇന്ന് നമ്മളൊരു കമ്പോളാധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം ഈ എന്തിനാണ് ഈ മത്സരം നമ്മൾ തോന്നുന്നു. അന്ന് അദ്ദേഹം അത് എഴുതി വെച്ചു. അതുപോലെ അദ്ദേഹം അതിനകത്ത് പറയുന്നത് മുഴുവൻ അത് ഒരു ഭക്തിയുമല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് ജ്ഞാനപ്പാനയിൽ പറയുന്നത്. കൊഞ്ചിക്കൊണ്ട് വളർത്തൊരു പൈതലെ കഞ്ഞിക്കില്ലാഞ്ഞ് വിൽക്കുന്നിതു ചില. കൊഞ്ചിക്കൊണ്ട് വളർത്തുന്ന കുഞ്ഞിനെ കഞ്ഞിക്ക് നിവർത്തില്ല. ഇപ്പോഴും നമ്മൾ ആശുപത്രികളിൽ വിൽക്കുന്നുണ്ട്. കൊഞ്ചിക്കൊണ്ടു വളർത്തൊരു പൈതലെ കഞ്ഞിക്കില്ലാഞ്ഞു വിൽക്കുന്നിതു ചിലർ, അമ്മയ്ക്കും പുനർ അച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. ഇതിനകത്ത് ഭക്തിയൊന്നും അല്ല ഉള്ളത്, ഇതിനകത്ത് സാമൂഹ്യമായ സോഷ്യൽ ക്രിറ്റിസിസം. അത് ഞാൻ പൂന്താനത്തെയാണ് എൻ്റെ ആത്മഗുരുവായിട്ട് കാണുന്നത്. സാറിനെ ശരിക്കും പാട്ട് കവി എന്ന് പറഞ്ഞിട്ട് കുറെ ക്രിട്ടിസൈസ് ചെയ്യാറല്ലേ നിരൂപകർ, അതിനെ പറ്റി സാർ എങ്ങനെ വിലയിരുത്തുന്നത്? അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അങ്ങനെയും കവിത ഉണ്ടാവട്ടെ. നമ്മുടെ മലയാളത്തിൽ നമുക്കൊരു കൾച്ചറുണ്ട്. നമ്മൾ ചൊല്ലുക എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു നാടാണ്. ഇപ്പം ഞാൻ പറയും, കുഞ്ചൻ നമ്പ്യാർ ആണ് അത് ഏറ്റവും മനോഹരമായി ചൊല്ലി തൻ്റെ കവിതയെ ആവിഷ്കരിച്ച ഏറ്റവും വലിയ പാട്ടുകവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ഉണ്ടാക്കുന്ന കൃതികളെ അദ്ദേഹം തന്നെ ഒരു പുതിയ ഒരു അഭിനയ സിസ്റ്റം ഉണ്ടാക്കി അതിലൂടെ പിന്നെ ചൊല്ലി കേൾപ്പിച്ച കവിയാണ്. അപ്പോൾ ഈ ചൊല്ലലിന് ദിവ്യമായ ഒരു ഇതുണ്ട്, ഒരു ഇടമുണ്ട്. അതുകൊണ്ട് ഞാൻ പാട്ടുകവി എന്നോ അങ്ങനെയൊക്കെ വിളിക്കുന്നവരോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ. അങ്ങനെ അറിയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ ദുഃഖമോ ഒന്നുമില്ല. ചേച്ചിക്ക് സാറിന്റെ കവിതകളും ഒക്കെ ഇഷ്ടല്ലേ? ചേച്ചി ഇങ്ങനെ കവിത ആദ്യമായിട്ട് വായിച്ച് കേൾപ്പിക്കുമ്പോ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? അഭിപ്രായങ്ങൾ പറയാറുണ്ടോ? ചെറുതായിട്ടൊക്കെ പറയും. ഞാൻ എഴുതി കേൾപ്പിക്കും. അപ്പോൾ കുറെ ചില അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിരിക്കും, കൃത്യമായി. പിന്നെ എനിക്കൊരു ദോഷം എന്ന് പറഞ്ഞാൽ, ഈ ആര് പറഞ്ഞാലും അതിൽ പോസിറ്റീവായിട്ട് ഉണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ട്രാക്കിൽ കൂടെ ഞാനത് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറാവില്ലെന്നേ ഉള്ളൂ. ആ അഭിപ്രായം ശരിയാണെന്ന് വേറെ പലയിടത്തും ചെന്ന്, ഇല്ലെങ്കിൽ കവിത അവതരിപ്പിക്കുമ്പോഴോ കവിത കേൾപ്പിക്കുമ്പോഴോ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ വരുമ്പോൾ ഈ ലേഖ പറഞ്ഞ അഭിപ്രായം ശരിയാണ് എന്നെനിക്ക് തോന്നും. പക്ഷെ എന്നാലും ഇതാണ് ഈ കവിത, സത്യത്തിൽ ഇത് തന്നെ എന്ന് വിചാരിച്ച് ഞാൻ അതിലൂടെ പോകുള്ളൂ എന്നേ ഉള്ളൂ. കറക്റ്റ് ചെയ്യും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കവിത ഏതാ സാറിന്? ഏറ്റവും കൂടുതൽ ചേച്ചിയുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പക. അത് ഈ പ്രകൃതി, ഈ നമ്മുടെ സുനാമി ദുരന്തം സംഭവിച്ച സമയത്ത് എഴുതിയതാണ്. സുനാമി ദുരന്തം നടക്കുന്ന കാലത്ത് നമ്മളിവിടെ കരുനാഗപ്പള്ളിയിൽ ഒരു കുടുംബം പത്രത്തിൽ വന്നിരുന്നു. അതായത് തിര ഇങ്ങനെ വന്നിട്ട് ഈ കുടുംബത്തെ അടിച്ചോണ്ട് പോയി. കൊച്ചു കുടിലാണ് അടിച്ചോണ്ട് പോയി. അപ്പോൾ വലിയ തിര. അപ്പോൾ ഈ അച്ഛൻ എന്ത് ചെയ്യുന്നു, ഒരു തെങ്ങിൽ ഇങ്ങനെ പിടിച്ചു കിടക്കുകയാണ്. മകനും മകളും ഒരു കയ്യിലും ഭാര്യ മറ്റേ കയ്യിലും. അപ്പോൾ ഇങ്ങനെ പോയ തിര തിരിച്ചിങ്ങനെ വരുമ്പോൾ ഈ മകനിങ്ങനെ ഊർന്ന് കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, 2 വശത്തായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ ഊർന്നങ്ങ് പോയി. അപ്പോൾ ഈ വാർത്ത ഉണ്ടാക്കിയ ഒരു വേദനയാണ് ഞാൻ ആ കവിത. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു, തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു. പകയുണ്ട് ഭൂമിക്ക്, പുഴകൾക്ക്, മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്.
പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക്, പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ, പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി എന്നാണ് കവിത. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ കവിതയ്ക്ക് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ലേഖനം എഴുതിയൊരു 10 പേജുള്ള ഒരു ലേഖനം എഴുതി ഫലിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ 2 വരി 4 വരി കൊണ്ട് നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റും. ഞാൻ ഉദാഹരണം പറയാം. ഇവിടെ നമ്മുടെ വിഴിഞ്ഞത്ത് സതീഷ് കിടാരക്കുഴി എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹം ഈ ബാലകവിതകൾ എഴുതുന്ന നല്ലൊരു കവിയാണ്. ഈ സതീഷ് കിടാരക്കുഴി എഴുതിയ ഒരു കവിത ഞാൻ സ്ഥിരമായി വേദികളിൽ പറയുന്ന കാര്യമാണ്. അതിൻ്റെ പേര് ശാഠ്യം എന്നാണ്. കവിതയുടെ പേര് ശാഠ്യം. അപ്പം നമ്മളെ വീട്ടുകളിൽ ഇപ്പോൾ ഒരു മോനോ ഒരു മോളോ അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മക്കളേ ഉള്ളൂ. അപ്പോൾ അവരെന്ത് ആവശ്യപ്പെട്ടാലും അമ്മമാർ വാങ്ങിക്കൊടുക്കും. അവനാണെങ്കിൽ ടി വിയിലും മൊബൈലിലും ഒക്കെ കൂടെ കിട്ടുന്ന ചില കാമനകൾ വെച്ചാണ് അവൻ്റെ എല്ലാ ഉപഭോഗ അഭിരുചികളും സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഉണ്ണിക്കുട്ടൻ അമ്മയോട് ഈ ടി വിയിൽ കാണുന്ന കാര്യങ്ങൾ ചോദിക്കുന്നതിനും മറുപടി ആണ് ഈ കവിത. ഇത്രയേ ഉള്ളൂ. ഉണ്ണിക്കു പുതിയൊരു പേസ്റ്റു വേണം, ടി വിയിൽ കണ്ടതു തന്നെ വേണം. ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി, ശാഠ്യം ശമിപ്പിക്കാൻ പേസ്റ്റ് വാങ്ങി. അമ്മ അതേ പേസ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. ഉണ്ണിക്കു പുതിയൊരു സോപ്പ് വേണം, ടി വിയിൽ കണ്ടതു തന്നെ വേണം. ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി, ശാഠ്യം ശമിപ്പിക്കാൻ സോപ്പ് വാങ്ങി എന്ന് അമ്മ ആ സോപ്പ് വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ശാഠ്യം കയറി വരും. ഉണ്ണിക്ക് പുതിയൊരു തോക്കു വേണം, ടി വിയിൽ കണ്ടതു തന്നെ വേണം. ഉണ്ണിക്കു വല്ലാത്ത ശാഠ്യമായി, ശാഠ്യം ശമിപ്പിക്കാൻ തോക്കു വാങ്ങി. ഇങ്ങനെ ശാഠ്യം കയറി പോയാൽ അവസാനം ഈ ഉണ്ണി അമ്മയോട് എന്ത് ചോദിക്കുമെന്നാണ് കവിത തീരുന്നത്. ഉണ്ണിക്ക് പുതിയൊരു ഡാഡി വേണം, ടി വിയിൽ കണ്ടതു തന്നെ വേണം എന്നാണ്. അപ്പൊ എത്ര മനോഹരമാണ്. കണ്ടോ, ഒരു വലിയ കാര്യമാണ് അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ നമ്മളൊരു വലിയ 10 പേജുള്ള ലേഖനം എഴുതിയാൽ ഇത് ഇങ്ങനെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. 4 വാക്കുകൾ കൊണ്ട്. അതാണ് കവിതയുടെ ഒരു പ്രത്യേകത. സത്യം. ഇതിപ്പോ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയേ. സത്യം. മറ്റോ വലിയ വാക്കുകളൊക്കെ പറഞ്ഞ് സത്യം പറയാലോ ചേച്ചി, എനിക്ക് അതൊന്നും പെട്ടെന്ന് മനസ്സിലാവുകയല്ല ഉള്ള കാര്യമാണ്. ഇനി ഞാൻ ഇച്ചിരി ഭക്ഷണം തന്നേച്ച് ബാക്കി വിശേഷം ചോദിക്കും. തീർച്ചയായിട്ടും. നല്ല. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. MGM സ്കൂൾ ആക്കുളം. MGM. ഓക്കെ. ചേച്ചി സബ്ജക്ട് വൈസ് ടീച്ചറാണ്. ഞാൻ അവിടെ ലൈബ്രറിയനാണ്. ലൈബ്രറി. ഓക്കെ. അപ്പൊ ഇഷ്ടംപോലെ പുസ്തകം വായിക്കുമോ? ചേച്ചി എഴുതുവോ? ഇല്ല അവരോടെയൊന്നും. അതാ എഴുതാൻ സാറുണ്ടല്ലോ. എന്നാലും പിന്നെ പണ്ട് എഴുതുമായിരുന്നു. കുറെ ഞാൻ കത്തിച്ചു കളഞ്ഞു. അയ്യോ സാർ. കത്ത് ഞങ്ങൾ ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അടുത്തടുത്തായിരുന്നു ഞങ്ങൾ. വീട് ഇങ്ങനെ അടുത്തടുത്താണ്. പക്ഷെ എങ്ങനെയാണ് നല്ല ആ പ്രണയത്തിൻ്റെ ഒരു പാരമ്യ കാലത്ത് ഞാൻ ഈ നാട്ടിലില്ല. ഞാൻ തൊഴിൽ കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ കുറേ കാലം അങ്ങനെ കുറച്ച് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായ സമയത്ത് ഒരു നന്നായി കത്തെഴുതാൻ നല്ല മിടിക്കായിരുന്നു. പിന്നെ എപ്പോഴാ കത്തിച്ചു വന്നു? എല്ലാം തീർച്ചയായിട്ടും അതിനൊക്കെ ആ ഫാൻസി അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലേ നമ്മൾ അറിയുന്ന ജീവിതം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതിനെക്കാളും മനസ്സിൽ അതാണ്. സർ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നാന്നോ ഈ കവിത ചൊല്ലുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, സിനിമയില് ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇത് രണ്ടിന്റെ ഒരു വ്യത്യാസം ഒന്ന് പറയാവോ? സിനിമ കവിത എന്ന് പറയുന്നത് കവിയുടെ മാത്രം സ്വന്തമാണ്. സിനിമാ ഗാനം ഒരിക്കലും ഒരാളിൻ്റെയും സ്വന്തമല്ല.
ഇപ്പോൾ ഒരു സിനിമാ ഗാനം നന്നാവുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ പ്രതിഭ ഒരുമിച്ചടങ്ങിയിരിക്കുകയാണ്. സംഗീത സംവിധായകൻ്റെ, എഴുതിയ ആളിൻ്റെ, ആ സിറ്റുവേഷൻ തന്ന കഥാകാരൻ്റെ, അത് പറഞ്ഞു തന്ന സംവിധായകൻ്റെ, പാടുന്ന ആളിൻ്റെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രതിഭ സമഞ്ജസമായി സമ്മേളിച്ചാലേ ഒരു നല്ല പാട്ടുണ്ടാവും. അപ്പോൾ അത് ആരുടേതെന്ന് കേട്ടാൽ ഇത് എൻ്റേത് എന്ന് മാത്രം ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. എന്നാൽ കവിത അങ്ങനെയല്ല. കവിത കവിയുടെ സ്വാതന്ത്ര്യമാണ്, കവിയുടെ മാത്രം സ്വന്തമാണ്. ഇപ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ സിനിമയിൽ ആദ്യം സംഗീതം തരികയാണ് ചെയ്യുന്നത്, എന്നിട്ട് അതിനകത്താണ് നമ്മൾ. അത് ഒരു മോശമായ കാര്യമല്ല. കാരണം പണ്ട് വൃത്തം നോക്കിയിട്ട് വൃത്താധിഷ്ഠിതമായി കവിത എഴുതുമായിരുന്നല്ലോ ആളുകൾ. അപ്പോൾ അത് നേരത്തെ തന്നെ ഒരു ടൂൺ തരും പോലെയാണ്. ഒരു വൃത്തം, ഒരു താളം, ഒരു വൃത്തം, ആ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ടായിരുന്നു പഴയ കവികളെല്ലാം കവിത എഴുതിയിരുന്നത്. അതുപോലെ ഒരു താളം തരുന്നു എന്നേ ഉള്ളൂ. ഞാൻ മിക്കവാറും എല്ലാ പാട്ടുകളും ഇപ്പോൾ ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി അതൊക്കെ ഇതുപോലെ താളം ആദ്യം തന്നിട്ട്, ട്യൂൺ ആദ്യം തന്നിട്ടാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ എഴുതിയ മിക്കവാറും എല്ലാ പാട്ടുകളും ട്യൂൺ തന്നിട്ട് എഴുതിയതാണ്. സത്യം പറഞ്ഞാൽ മലയാളികളായ എല്ലാവർക്കും സാറിന്റെ കവിതകളും സാറിനെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്രവാസികൾക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെങ്ങനെ സാർ അവർക്ക് മാത്രം ഇത്ര ഇഷ്ടം? പ്രവാസ ലോകത്താണ് ഏറ്റവും കൂടുതൽ ആസ്വാദകർ ഉള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. കാരണം ഒരു നഷ്ടപ്പെടലുണ്ടല്ലോ അവർക്ക് നമ്മുടെ മണ്ണിന്റെ മണവും നമ്മുടെ ശുദ്ധവായുവിന്റെ ഇതും വീടും തൊടിയും പരിസരവും ഭാഷയും ഒക്കെ അവർ കുറച്ച് മാറിയിരിക്കുകയാണ് അതിൽ നിന്ന്. അപ്പോൾ അവർക്കുണ്ടാവുന്ന നമ്മളെ പെറ്റമ്മയോട് തോന്നുന്ന ഒരു വലിയ സ്നേഹമില്ല, അത് ആ നാട്ടിനോടും നാട്ടിലെ ഭാഷയോടും കവിതയോടും എല്ലാം പുലർത്തുന്ന പ്രിയപ്പെട്ടവരാണ് നമ്മുടെ. അപ്പോൾ അവര് കവിതയെന്നൊക്കെ കേട്ടാൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. പുതിയ തലമുറയിലുള്ള കവികൾ ആരൊക്കെയാണ് സാർ ഇഷ്ടം? എല്ലാ കവികളെയും എനിക്കിഷ്ടമാണ്. റഫീഖ് അഹമ്മദ് എൻ്റെ നല്ല സുഹൃത്തും നല്ല കവിയാണ്. നല്ല എനിക്കിഷ്ടമുള്ള ഒരുപാട് കവികളെ ഇപ്പം എൻ്റെ കണ്ടംപററി ആയിട്ടുള്ള എല്ലാവരും നല്ല സർഗശേഷിയുള്ള കവികളാണ്. മലയാള ഭാഷ സമ്പന്നമായി തന്നെ നിൽക്കും. കാരണം അത്രയ്ക്ക് സർഗാത്മകതയുള്ള ഒരുപാട് എഴുത്തുകാർ, കവികൾ മാത്രമല്ല സാഹിത്യരംഗത്ത് മൊത്തത്തിലുണ്ട്. അത് കുട്ടികൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറുമാണ്. അവർ കുറച്ച് ഈ ഭ്രമങ്ങളിൽ നിന്ന് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ. ഈ കമ്പോളം ഇങ്ങനെ തള്ളിക്കയറിയപ്പോൾ ഉണ്ടായ ഒരു മഹാപച്ച വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ ഇങ്ങനെ ഭ്രമിച്ച് പലതിലേക്കും ഇങ്ങനെ പക്ഷേ അവർ തിരിച്ച് അവരവരുടെ സ്വത്വത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറി വരുന്നുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. തീർച്ചയായും അതുകൊണ്ട് നമ്മുടെ സംസ്കാരവും ഭാഷയൊക്കെ സമ്പന്നമായി നിലനിൽക്കുകയാണ്. സാർ അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് സാർ കുട്ടികളോടും അതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്? കിട്ടുന്ന അവസരത്തിൽ ഞാനതെല്ലാം കുട്ടികളോട് സംസാരിക്കാറുണ്ട്. അവർക്ക് ഈ കവിത കേൾക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ പിള്ളേർ. ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ കവിതകളെ എഴുതുകയോ അല്ലെങ്കിൽ സാറിനെ കൊണ്ടുവന്ന് കാണിക്കല്ലേ? എല്ലാ എഴുതുന്നവരെല്ലാം കൊണ്ട് കാണിക്കും. ഇത് സാറിന്റെ വലിയ വാക്കുകൾ കേട്ടു. കുട്ടികളെ കുറിച്ചൊന്നും ചോദിക്കാൻ മറന്നേ പോയി. എത്ര പിള്ളേരാ ചേച്ചി? ഒരു മോൻ. എന്താ ചെയ്യാ? ഇപ്പൊ +2 കഴിഞ്ഞു. മോളോ മോനോ? മോന് +2. ഏത് സ്കൂളില്? എന്റെ സ്കൂളിലായിരുന്നു. പേരെന്നാ? 10 വരെ എന്റെ സ്കൂളിലായിരുന്നു. +1 +2 സെന്റ് മേരീസ് പട്ടം. പേരെന്നാ? അദ്വൈത്. ഇപ്പം സർ പുതിയ കവിതയാണോ എഴുതുന്നത് അതോ സിനിമയ്ക്ക് വേണ്ടി ഏതെങ്കിലും? സിനിമയിൽ ഞാനിപ്പോൾ പുലിമുരുകൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്, അതിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. കവിതയിൽ ഞാനിപ്പോൾ കന്നഡയുടെ 6 കവിതകളുള്ള 5 വോളിയം ഇറക്കി. കന്നഡ വോളിയം 1, 2, 3, 4, 5. ഇപ്പോൾ 6ാമത്തെ വോളിയം ഇറക്കാൻ പോകുന്നു. അതിൻ്റെ പേര് ഐലൻ കുർദി എന്നാണ് CD-യുടെ പേര്. ഐലൻ കുർദി എന്ന് പറയുന്നത് ഇതുപോലൊരു കുഞ്ഞാണ്. സിറിയയിൽ പലായന കാലത്ത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ പടം കാണുന്നുണ്ട്, കടൽ തീരത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ പേരാണ് ഐലൻ കുർദി. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ യുദ്ധം നേരെ TV-യിൽ കണ്ടിട്ടുള്ളതല്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. നമ്മൾ യുദ്ധം അനുഭവിച്ചിട്ടില്ല, പലായനം അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ നമ്മുടെ മനുഷ്യജീവികൾ ഓരോ ഇടത്തും കിടന്ന് അനുഭവിക്കുന്ന വേദന, അതായത് ഈ സ്വന്തം മണ്ണ് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് പറഞ്ഞ് 5 പേര് കയറേണ്ട ബോട്ടിൽ 50 പേര് കയറി പോവുകയാണ്. എല്ലാവരും മരിച്ച് മണ്ണടിയാണ്. പോകുന്ന അതിലൊരു 10% പേര് പോലും വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് കയറുന്നില്ല. കയറിയാൽ തന്നെ അവരെ ഒരിക്കലും അവരുടെ മുള്ളുവേലിക്ക് അപ്പുറത്തേക്ക് അവരെ കയറ്റുന്നില്ല. അങ്ങനെ നിരാലംബരാകുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ സിമ്പലാണ് ഈ ഐലൻ കുർദി. അവൻ്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ അവനെ നല്ല ഒരുക്കി അല്ലേ, നല്ല ക്യൂട്ട് കുട്ടിയല്ലേ അല്ലേ, കാലൊക്കെ ഷൂ ഒക്കെ ഇട്ട് ഉറങ്ങുന്നേ തോന്നും. ആ കവിത ഒന്ന് പറയൂ. ഇളം തെന്നൽ തലോടുമ്പോൾ അവൻ ഉറങ്ങുന്നു,
ഇളം തെന്നൽ തലോടുമ്പോൾ അവൻ ഉറങ്ങുന്നു.